എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് ജനറൽ എന്നൊരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പേരാണ് എന്ത്, അഡ്വക്കേറ്റ് ജനറൽ എന്ന്. അതായത് ഭരണഘടനയിൽ രണ്ട് സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 165 ഒന്ന് 177. അപ്പോൾ ആർട്ടിക്കിൾ 165 എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് ജനറലിനെ ഉറപ്പ് നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് എന്ത്, ആർട്ടിക്കിൾ 165. അതായത് എന്താണ്, ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് ജനറലിനെ ഉറപ്പ് നൽകുന്നു. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്, ഒരു അഡ്വക്കേറ്റ് ജനറൽ വേണമെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് എന്ത്, 165. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര്, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന വ്യക്തി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര്, അഡ്വക്കേറ്റ് ജനറൽ. ഇനി അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ എന്താണെന്ന് നമുക്കറിയാമല്ലേ. അറ്റോർണി ജനറൽ എന്ന് പറയുന്ന എന്താണ്, ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പേരാണ് എന്ത്, അറ്റോർണി ജനറൽ. അതായത് ഇന്ത്യക്ക് ഒരു അറ്റോർണി ജനറലിനെ ഉറപ്പുവരുത്തുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്, 76. എന്താണ്, ഇന്ത്യക്ക് ഒരു അറ്റോർണി ജനറലിനെ ഉറപ്പുവരുത്തുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്, 76. അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് എന്ത്, അറ്റോർണി ജനറൽ. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്, അറ്റോർണി ജനറൽ. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര്, അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ ഈ പോയിന്റ് നോക്കിയേ. അറ്റോർണി ജനറലിന് ഈക്വൽ ടു അഡ്വക്കേറ്റ് ജനറൽ. എന്താണ് സംഭവം, അതായത് അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള പദവിയാണ് എന്ത്, അഡ്വക്കേറ്റ് ജനറൽ. അതായത് അറ്റോർണി ജനറലിന് സമാനമായിട്ടുള്ള ഒരു പദവിയാണ്, സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു പദവിയാണ് എന്ത്, അഡ്വക്കേറ്റ് ജനറൽ. ഇനി ഹൈക്കോടതി ജഡ്ജി. അതായത് എന്താണ്, അഡ്വക്കേറ്റ് ജനറൽ ആകുന്ന വ്യക്തിക്ക് എന്ത് യോഗ്യതയാണ് വേണ്ടത്, ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള അതേ യോഗ്യത തന്നെയാണ് എന്ത്, അഡ്വക്കേറ്റ് ജനറൽ ആകുന്ന വ്യക്തിക്കും വേണ്ടത്. ഇനി ഗവർണർ നിയമനം. എന്താണ് സംഭവം, ഗവർണറാണ് നമ്മൾ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്, ഗവർണറാണ്. ഇനി നോക്കിയേ, ഗവർണർ നീക്കം ഏത് സമയത്തും എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അഡ്വക്കേറ്റ് ജനറലിനെ നീക്കം ചെയ്യാനുള്ള പവർ ആർക്ക് മാത്രമാണ്, ഗവർണർക്ക് മാത്രമാണ്. എങ്ങനെ, ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് അഡ്വക്കേറ്റ് ജനറലിനെ ഗവർണർക്ക് നീക്കം ചെയ്യാവുന്നതാണ്. ഇനി അഡ്വക്കേറ്റ് ജനറലിന് രാജിക്കത്ത് സമർപ്പിക്കണം. ആർക്ക് സമർപ്പിക്കണം, ഗവർണർക്ക് സമർപ്പിക്കണം. അഡ്വക്കേറ്റ് ജനറലിന് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്, ഗവർണർക്കാണ്. അതാണ് ഈ പോയിന്റ് കൊടുത്തേക്കുന്നത്, ഗവർണർ രാജിക്കത്ത്. ഇനി ഗവർണർ ശമ്പളം. ഇനി അഡ്വക്കേറ്റ് ജനറൽമാരുടെ ശമ്പളം നിശ്ചയിക്കുന്നത് ആരാണ്, ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശമ്പളം നിശ്ചയിക്കുന്നത് ആരാണ്, ഗവർണറാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വക്കേറ്റ് ജനറൽമാരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും കുറിച്ചാണ്. എന്താണ്, കടമകളും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർ പരാമർശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകുക എന്നത് ഒരു കടമകളും ഉത്തരവാദിത്തങ്ങളുമാണ് ആരുടെ, അഡ്വക്കേറ്റ് ജനറലിൻ്റെ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, നിയമപരമായ മറ്റ് ചുമതലകൾ നിർവഹിക്കുക. അതായത് ഗവർണർ ഏൽപ്പിക്കുന്ന നിയമപരമായ മറ്റ് ചുമതലകളും നിർവഹിക്കുക. അതും എന്ത് തന്നെയാണ്, അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒരു കടമകൾ തന്നെയാണ്. ഇനി ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമം, അതായത് ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുക. അതും എന്ത് തന്നെയാണ്, അഡ്വക്കേറ്റ് ജനറലിൻ്റെ മറ്റൊരു കടമകളും ഉത്തരവാദിത്തങ്ങളിലും പെടുന്ന ഒരു സംഭവമാണ്. ഭരണഘടനയോ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള കർത്തവ്യങ്ങൾ എന്ത് ചെയ്യുക, നിർവഹിക്കുക. ഇനി ഔദ്യോഗിക ചുമതലകൾ കോടതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായി സംസ്ഥാനത്തെ ഏത് കോടതിയിലും ഹാജരാകാൻ അഡ്വക്കേറ്റ് ജനറലിന് അർഹതയുണ്ട്. അതായത് ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായി സംസ്ഥാനത്തെ ഏത് കോടതിയിലും ഹാജരാകാൻ ആർക്ക് അർഹതയുണ്ട്, അഡ്വക്കേറ്റ് ജനറലിന് അർഹതയുണ്ട്. ഇനി സംസ്ഥാന നിയമസഭ പങ്കെടുക്കാനും അഭിപ്രായം. അതായത് നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ പങ്കെടുക്കാനും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും
അഡ്വക്കേറ്റ് ജനറലിന് എന്തുണ്ട്? അധികാരമുണ്ട്. അതായത് സംസ്ഥാന നിയമസഭയിൽ പങ്കെടുക്കാനും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും ആർക്ക് അധികാരമുണ്ട്? അഡ്വക്കേറ്റ് ജനറലിന് അധികാരമുണ്ട്. ഇനി ഒരു അടുത്ത പോയിന്റ് നോക്കിയേ. നിയമസഭയിൽ വോട്ടവകാശമില്ല. എന്താണ്? നിയമസഭയിൽ വോട്ടവകാശമില്ല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള അധികാരമുണ്ടെങ്കിലും എന്തില്ല? നിയമസഭയിൽ വോട്ടവകാശമില്ല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. സംസ്ഥാന നിയമസഭയിലെ അംഗത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും അഡ്വക്കേറ്റ് ജനറലിനും ലഭിക്കും. അതായത് സംസ്ഥാന നിയമസഭയിൽ മറ്റംഗങ്ങൾക്കും കിട്ടുന്ന എല്ലാ പരിഗണനയും ആർക്ക് കിട്ടും? അഡ്വക്കേറ്റ് ജനറലിന് കിട്ടും. പക്ഷെ എന്തുമാത്രം കിട്ടില്ല? വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രം ആർക്കില്ല? അഡ്വക്കേറ്റ് ജനറലിന് ഇല്ല. ഇനി അടുത്ത പോയിന്റ് നോക്കിയാൽ ആർട്ടിക്കിൾ 177. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന 2 ആർട്ടിക്കിൾ ഉണ്ട്. ഏതാണ്? 165 177. അതിലൊന്നാണ് 177. എന്താണ് 177 എന്ന് പറഞ്ഞുതരാം. അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളെ സംബന്ധിച്ച് മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് എന്ത്? 177. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സംസ്ഥാന നിയമനിർമ്മാണ സഭകളെ സംബന്ധിച്ച് മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് എന്ത്? 177. അതായത് അഡ്വക്കേറ്റ് ജനറൽമാരുടെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എവിടെ? സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും മന്ത്രിമാരുടെയും അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് എന്ത്? 177. ഇനി നോക്കിയേ. KV സൂര്യനാരായണൻ അയ്യർ ആണ് നമ്മുടെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിൻ്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു ആര്? KV സൂര്യനാരായണ അയ്യർ. വർഷം 1957. നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കേരളത്തിൻ്റെ? K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. എന്താണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അപ്പം നമ്മളിതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു 3 ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് 165, ഒന്ന് 177. അപ്പോൾ 177 നമ്മൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. എന്താണ് സംഭവം? അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ സംബന്ധിച്ച് മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് എന്ത്? 177. ഇനി ഇത് കൂടാണ്ട് എന്ത്? 165 കൂടി പറഞ്ഞു. എന്താണ് 165? അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് ജനറലിനെ ഉറപ്പ് നൽകുന്ന എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്? 165. ഇനി അതേപോലെ തന്നെ 76 എന്തുവാണ്? ഇന്ത്യക്ക് ഒരു അറ്റോർണി ജനറലിനെ ഉറപ്പ് നൽകുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്ത്? 76. അപ്പോൾ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അറ്റോർണി ജനറൽ. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ അഡ്വക്കേറ്റ് ജനറലാണ് ഉത്തരം. ഇനി നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഭരണഘടനാ അനുച്ഛേദം 202 അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നിയമസഭാ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുവാൻ അഡ്വക്കേറ്റ് ജനറലിന് അധികാരമുണ്ട്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? ഭരണഘടനാ അനുച്ഛേദം 202 ആണ് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടാണ്. കണ്ട, ഭരണഘടനാ അനുച്ഛേദം 202 ആണ്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്ന് 165 അല്ലെങ്കിൽ 177ലും 165ലും എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വക്കേറ്റ് ജനറലുമായി എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധപ്പെട്ടതാണ്. ഇതിൽ 202 ആണ്. അപ്പോൾ ഈ പ്രസ്താവനയാണ് എന്ത്? തെറ്റായ പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയാണ്. ശരിയല്ലേ? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ. ഇത് ശരിയാണ്. ഇനി ഇതേ നോക്കിയേ,
നിയമസഭാ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് അധികാരമുണ്ട്. അതും ശരിയാണ്. ഇനി നോക്കിയേ, അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? ഗവർണർക്കാണ്. ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഗവർണർക്ക് നീക്കം ചെയ്യാവുന്നതാണ്. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ രാജിവെച്ച് പോകണമെങ്കിലും എന്ത് ചെയ്യാം? രാജിക്കത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഗവർണർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രസ്താവനയിൽ ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റായിട്ടുള്ളത്.